കോൺട്രാക്ട് മാരേജ് ഭാഗം 79. നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാമോ നിനക്ക്? ഇല്ല. പിന്നെ എന്തിനാ വന്നത്? എവിടെയാ പോകുന്നതെന്ന് അറിയാതെയാണോ ഒരാളുടെ കൂടെ വരുന്നത്? ശിവൻ്റെ ചോദ്യം കേട്ട് അവളുടെ മുഖം വീർത്തു. ആഹാ, അത് കൊള്ളാം. ഇപ്പോൾ വന്നതാണോ കുറ്റമെന്നൊരു ഭാവത്തിൽ അവൾ അവനെ തന്നെ നോക്കി. എന്താ? അവളൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവൻ അവളിലേക്ക് നോട്ടം പായിച്ചു. ഇപ്പം ഞാൻ വന്നതാണോ കുഴപ്പം? എങ്കിൽ എന്നെ ഇവിടെ ഇറക്കി വിട്ടേക്ക്. എനിക്കറിയാൻ തിരികെ പോകാനൊക്കെ. എവിടേക്ക്? എവിടേക്കാണെങ്കിലും ശിവേട്ടൻ എന്താ? അതൊന്നും ശിവേട്ടൻ അറിയണ്ട. എനിക്കിഷ്ടമുള്ളിടത്തേക്ക് ഞാൻ പോകും. മുഖം വീർപ്പിച്ചിരിക്കുന്നവളുടെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കിയിട്ട് അവൻ്റെ ശ്രദ്ധ ഡ്രൈവിങ്ങിലായി. അങ്ങയുടെ ഒരു ജാട. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. വണ്ടിയിലേക്ക് കയറിയപ്പോൾ തൊട്ടാണല്ലോ. എന്തേലും പറയാനുണ്ടെങ്കിൽ ഉറക്കെ പറ. ഓ, ചെവിക്ക് നല്ല കേൾവിയാണല്ലോ. കേട്ട് കാണും. ഞാനൊന്നും പറഞ്ഞില്ലേ? ഇരിക്കുന്ന ഇരിപ്പിൽ ആണല്ലോ ഓരോരുത്തരുടെ സ്വഭാവം മാറുന്നതെന്ന് പറയുമായിരുന്നു. അങ്ങനെ പറയാൻ ഞാൻ മാത്രമല്ലേ ഇവിടെയുള്ളൂ? അതാ പറഞ്ഞേ. ഹോ, പിണങ്ങിയോ അപ്പോഴേക്കും? അവളുടെ കയ്യിൽ മെല്ലെ തൻ്റെ കൈ ചേർത്ത് കൊണ്ടവൻ ചോദിച്ചതും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. ഒരു ചേർത്ത് പിടിക്കലിനപ്പുറം ഈ പിണക്കം പോകാറില്ല. അല്ലെങ്കിൽ ഒന്ന് നോക്കി ചിരിച്ചാൽ മതി, അതിൽ അലിഞ്ഞു പോകും എല്ലാ പിണക്കങ്ങളും പരിഭവങ്ങളും. ഇനി പറ, ഇതെവിടേക്കാ? എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. ആരുടെ എന്നൊക്കെ അവിടെ ചെല്ലുമ്പോൾ അറിയാം. വിരുന്നിന് പോകുന്നതാണോ? കല്യാണം കഴിയുമ്പോൾ അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ. ശിവൻ ആദ്യമായാണ് അവളെ അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഒരു കണക്കിന് ഇത് അങ്ങനെ തന്നെയാണെന്ന് പറയാം. അവർ വിളിച്ചില്ലെങ്കിലും നമ്മൾ ഒരു ദിവസം അവിടേക്ക് പോയേനെ. ഇതിപ്പോൾ അവൻ നിർബന്ധം പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇന്നേ പോകുന്നത്. ഇനിയിപ്പം ആരെയും കാണുമെന്നുള്ള നിൻ്റെ പേടി വേണ്ടല്ലോ. ആര് കണ്ടാലും ഇനിയിപ്പോൾ എന്താ, നാട്ടുകാർ മൊത്തം അറിഞ്ഞില്ലേ നീ ഇപ്പോൾ എൻ്റെ ഭാര്യയാണെന്ന്? എല്ലാവരെയും അറിയിച്ച് തന്നെയല്ലേ നിന്നെ ഞാൻ സ്വന്തമാക്കിയത്? അല്ല, ഈ താലി മാലയിലേക്ക് മാറ്റണ്ടേ? അതിനെന്തോ ചടങ്ങുണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. അതൊക്കെ നടത്തി വേണം മാറ്റാൻ. ഇങ്ങനെ കിടക്കുന്നത് കാണാനും ഭംഗിയാണ്. സത്യം പറഞ്ഞാൽ നീ ഇപ്പോൾ നല്ല സുന്ദരിയാണ്. കണ്ണെടുക്കാൻ തോന്നുകയേയില്ല. അവൻ്റെ കണ്ണുകൾ സ്ഥാനം തെറ്റി അവളുടെ മുഖമാകെ ഓടി നടന്നു. നേരെ നോക്കി വണ്ടി ഓടിക്കും മനുഷ്യ. അയ്യോ, അത് നേരാ. ഒരു 100 വയസ്സ് വരെ എങ്കിലും എനിക്കിങ്ങനെ നിൻ്റെ കൂടെ ജീവിക്കണം, പ്രണയത്തോടെ സ്നേഹിച്ച്. അവളുടെ മുഖത്ത് വല്ലാത്തൊരു തെളിച്ചം വന്ന് അവൻ പറയുന്നത് കേട്ട്. എല്ലാവരും പറയുക എൻ്റെ ദേഷ്യമൊക്കെ ഒരുപാട് കുറഞ്ഞെന്ന്. ഇന്നലെ ഓഫീസിലുള്ള ഒരു എംപ്ലോയി വേറൊരുത്തനോട് പറയുന്നത് ഞാൻ കേട്ടതാ. ഒളിഞ്ഞു നിന്ന് കേട്ടോ? ഒന്ന് പോടി. കണ്ടോ കണ്ടോ, എവിടെ കുറഞ്ഞെന്നാ? പറഞ്ഞപ്പോൾ തന്നെ ദേഷ്യം വന്നത് കണ്ടോ? ഒന്ന് പോ പെണ്ണെ. അവൻ പെട്ടെന്ന് അവൾ പറയുന്നത് കേട്ട് ചിരിയോടെ മറുപടി പറഞ്ഞു. അയാൾ പറഞ്ഞത് ശരിയാ. ആദ്യം കണ്ട ആളേ അല്ല, ഇപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു. പൊതുവെ ഓഫീസിലും പുറത്തും അങ്ങനെ ഒരു സംസാരമാണ്. സത്യമല്ലേ? അവൻ്റെ കയ്യിലേക്ക് കൈ ചേർത്ത് പിടിച്ചവൾ മെല്ലെ അവൻ്റെ കൈയെടുത്ത് തൻ്റെ ചുണ്ടോടൊഴിപ്പിച്ചു. അവളിൽ നിന്ന് അങ്ങനെയൊരു നീക്കം പെട്ടെന്ന് അവൻ പ്രതീക്ഷിക്കാത്തതിന് ഞെട്ടലുണ്ട് അവൻ്റെ മുഖത്ത്. കയ്യിൽ മെല്ലെ ചുംബിച്ചു വിട്ട് തൻ്റെ തലയ്ക്ക് മേലെ അവൻ്റെ കൈവച്ചു. അപ്പോഴും കയ്യിലെ പിടിവിട്ടിരുന്നില്ല അവൾ. മറു കൈകൊണ്ടാണ് അവൻ ഡ്രൈവ് ചെയ്യുന്നത്. അതെ, തിരികെ വീട്ടിലേക്ക് പോകണോ? അവൻ്റെ ചോദ്യം കേട്ട് ശാന്തമായ ശബ്ദമില്ലാതെ പുഞ്ചിരിച്ചവൾ. ഇനിയും ഒരുപാടുണ്ടോ? ഇല്ല, കുറച്ചുകൂടി. ഇന്നിവിടെ നിൽക്കാനൊക്കെ പറയും. എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോരണം. നമുക്ക് പിന്നീടൊരു ദിവസം അവിടെ പോയി നിൽക്കാം. അപ്പോൾ അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആരുടെയോ വീട്ടിലേക്ക് പോവാണല്ലേ? അതെ, എനിക്കൊരുപാട് വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. വിഷ്ണു, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. ഇത്ര വർഷമായിട്ടും പഴയ അതേ അടുപ്പവും സ്നേഹത്തോടെയും അവൻ എൻ്റെ കൂടെ തന്നെയുണ്ട്. നീ വന്ന സമയത്ത് ഞാൻ ഇടയ്ക്കൊക്കെ റൂമിന് പുറത്തേക്ക് പോയി ഫോൺ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അന്നൊക്കെ നിനക്ക് എന്നെ നല്ല സംശയമായിരുന്നെന്ന് എനിക്കറിയാം. ഒളിഞ്ഞും തൊളിഞ്ഞും നീ നോക്കുന്നത് ഞാൻ എത്രയോ വട്ടം കണ്ടിട്ടുണ്ട്. ഞാൻ കാമുകിയെ വിളിക്കുവാണെന്നല്ലേ നീ അന്നൊക്കെ കരുതിയത്? അവൻ പറഞ്ഞത് സത്യമായിരുന്നു കൊണ്ട് അവളൊന്നും മിണ്ടിയില്ല. ആദ്യമൊക്കെ നീ അങ്ങനെ തന്നെ കരുതിക്കോട്ടെ എന്ന് കരുതി ഞാൻ. അതുകൊണ്ടാണ് കാമുകി ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. നീ അത് വിശ്വസിക്കുകയും ചെയ്തില്ലേ? അവളാണെന്ന പോലെ മെല്ലെ തലയാട്ടി. ശിവേട്ടൻ പറഞ്ഞത് നേരല്ലേ? താൻ അങ്ങനെ വിശ്വസിച്ചില്ലേ? വിശ്വസിച്ചു. ശിവേട്ടൻ പറയുക കൂടി ചെയ്തപ്പോൾ ഉറപ്പായിരുന്നു. എത്രയോ ദിവസം അതിൻ്റെ പേരിൽ അവനെ വാച്ച് ചെയ്ത് പുറകെ നടന്നു. അവസാനം ഒരു ദിവസം അവൻ തന്നെ തുറന്നു പറഞ്ഞു അങ്ങനെയൊന്നുമില്ലെന്ന്. അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ചിരിയാണ്. പക്ഷേ ആ സമയത്ത് വലിയ സങ്കടം തന്നെയായിരുന്നു അങ്ങനെയൊരു സംശയം. ശിവേട്ടൻ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു തരത്തിൽ ആളോടുള്ള സ്നേഹം കൂടിയിരുന്നു. ഇനി ഒരിക്കലും അവനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ലായിരുന്നു. എന്നതാ ആലോചിക്കുന്നേ? അവനൊരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കണം നമുക്ക്. ഇതുവരെ ആ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ? ഇല്ലടാ. അവനാണെങ്കിൽ നാട്ടിൽ നിൽക്കണമെങ്കിൽ ഒരു പെണ്ണ് കെട്ടണം.
അവൻ്റെ അമ്മ എപ്പോഴും അവനോട് അത് പറയുന്നതല്ലാതെ അവൻ അങ്ങോട്ട് നീങ്ങുന്നില്ല ആ കാര്യത്തിന് വേണ്ടി. ഓ, നിങ്ങളെപ്പോലെ തന്നെയായിരിക്കും. അവൾ എന്താ ഉദ്ദേശിച്ച് പറഞ്ഞതെന്ന് അവന് മനസ്സിലായി. അവനൊന്ന് ചിരിച്ചു വിട്ടു. അതിന് അവൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ടായിട്ടും അവൻ പുറത്തേക്ക് പോയത് കുറച്ചുകൂടി സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അവൻ്റെ അമ്മയ്ക്ക് അവൻ മാത്രമല്ലേ ഉള്ളൂ. ആ ചിന്ത എപ്പോഴും അവൻ്റെ മനസ്സിലുണ്ട്. അമ്മയെ നന്നായി നോക്കുന്നുമുണ്ട് അവൻ. കുറച്ച് വർഷങ്ങൾ അവിടെ നിന്നുകൊണ്ട് തന്നെ അവൻ നല്ലൊരു തുക സേവ് ചെയ്തിട്ടാണ് ഈ വർഷം നാട്ടിലേക്ക് വന്നത്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പോകില്ലെന്ന അവൻ ആദ്യമേ തന്നെ തീരുമാനിച്ചു വെച്ചേക്കുന്നത്. അതുവരെ മറ്റൊരു നാട്ടിൽ പോയി സമ്പാദിക്കണം. ആദ്യമൊക്കെ അങ്ങനെ അങ്ങ് നീട്ടി തന്നെ ദിവസങ്ങൾ കുറേ കഴിഞ്ഞു. ഇപ്പോഴാണ് എൻ്റെയും അമ്മയുടെയുമൊക്കെ വാക്ക് കേട്ട് അവസാനം അവൻ കുറച്ച് സീരിയസായി ഇതിലേക്ക് ഇറങ്ങിയത്. നമ്മുടെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നോ? ഞാനങ്ങനെ ആരും വന്ന് മിണ്ടിയതായി ഓർക്കുന്നില്ല. ശിവേട്ടൻ്റെ മറ്റു ഫ്രണ്ട്സൊക്കെ വന്ന് മിണ്ടിയപ്പോൾ അവരൊക്കെ പേരൊക്കെ പറഞ്ഞിരുന്നു. അതിൽ വിഷ്ണു എന്നൊരാളെപ്പറ്റി ഞാൻ കേട്ടതായി ഓർക്കുന്നില്ല. ഇല്ല, അന്നവൻ പനി പിടിച്ച് കിടപ്പായിപ്പോയി. എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ആൾ വന്നേനെ. അതിന് വലിയ സങ്കടമായിരുന്നു. പാവം. ഭദ്ര അവൻ പറയുന്നതെല്ലാം കേട്ട് പറഞ്ഞു. ശിവേട്ടൻ ഇത്രയും വലിയ ഫ്രണ്ടായിട്ടും എന്താ ശിവേട്ടൻ്റെ ഓഫീസിൽ ഒരു ജോലി അങ്ങേർക്ക് കൊടുക്കാത്തത്? അതാണെങ്കിൽ നാട്ടിൽ നിൽക്കാനും പറ്റില്ലായിരുന്നോ? അതോ കൂട്ടുകാരന് വേറെ കമ്പനി വേറെ എന്നൊക്കെയുണ്ടോ ശിവേട്ടന്? തൻ്റെ ഉള്ളിൽ സംശയം വിടാതെ തന്നെ അവൾ ചോദിച്ചു. നീ എൻ്റെ ഓഫീസിൽ ഫയൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ നിനക്ക് മാസം ഞാൻ എത്ര രൂപ തരുമായിരുന്നു? അതും വീട്ടിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ. നീ വേറെ എവിടെ ജോലി ചെയ്താലും കിട്ടാത്ത അത്രയും സാലറി ഇല്ലായിരുന്നു ഒരു മാസം. സത്യം പറഞ്ഞാൽ അവൾക്കതേപ്പറ്റി അറിയില്ലെന്ന് തന്നെ പറയാം. ശിവൻ അവളെക്കൊണ്ട് ഒരു പുതിയ അക്കൗണ്ട് എടുപ്പിച്ചാണ് സാലറി ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അതെത്രയാണെന്ന് അവൾ നോക്കാൻ പോയിട്ടില്ല. ശിവൻ്റെ കയ്യിലുള്ള ഒരു ഫോൺ നമ്പറായിരുന്നു അന്ന് പെട്ടെന്ന് കൊടുത്തത്. അതുകൊണ്ട് തന്നെ അതേപ്പറ്റി അറിഞ്ഞതുമില്ല. അറിയാനുള്ള സാഹചര്യം ഇല്ലായിരുന്നെന്ന് തന്നെ പറയാം. ആദ്യത്തെ ഒരു മാസത്തെ കാശ് മാത്രമാണ് കയ്യിൽ കിട്ടിയത്. അതങ്ങനെ ചിലവാകാനുള്ള ഒരവസരവും വന്നിട്ടില്ല. എല്ലാം ശിവേട്ടൻ തന്നെയാണ് നോക്കിയത്. അതൊന്ന് കണ്ടപ്പോൾ തന്നെ ഇത്രയും കിട്ടുമോ എന്ന് ചിന്തിച്ചിരുന്നു. പിന്നെ കരുതി അവൻ തനിക്കായതുകൊണ്ട് തന്നതാകും ഇത്രയുമെന്ന്. അങ്ങനെയല്ലെന്ന് ഇപ്പോൾ മനസ്സിലായി. എല്ലാവർക്കും അവൻ നല്ലൊരു തുക കൊടുക്കുന്നുണ്ടെന്ന് അല്ലേ അവൻ പറഞ്ഞത്? നീ ഇതൊന്ന് എടുത്തു നോക്കിക്കേ. വല്ലപ്പോഴും കെട്ടിയവൻ്റെ ഫോൺ എടുത്ത് നോക്കാനൊക്കെ പഠിക്കണം. നിന്റെ സ്ഥാനത്ത് വേറെ പെണ്ണുങ്ങളുമായിരിക്കണം ഇപ്പോൾ ഒരു 20 തവണയെങ്കിലും ഫോൺ എടുത്ത് നോക്കിയേനെ എൻ്റെ. അതിന് ലോക്കല്ലേ ഇത്? ശിവേട്ടൻ ആരെയോ വിളിക്കുന്നുണ്ടെന്ന് സംശയം തോന്നിയ സമയത്ത് ഞാൻ 1-2 വട്ടം എടുത്തു നോക്കിയതാ. പക്ഷെ ലോക്ക് മാറുന്നത് കൊണ്ട് തിരികെ വെച്ചു. 2 ഫോണും എടുത്തതാ, നോക്കാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ. നിഷ്കളങ്കമായി പറയുന്നവളെ അവൻ കണ്ണുമിഴിച്ചു നോക്കി. എടി ഭയങ്കരീ, നീ ആൾ കൊള്ളാലോ. അപ്പോൾ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആർക്കും വലിയ മാറ്റമൊന്നുമില്ല. അവൾ അതിൽ നിന്ന് തലയാട്ടി. ഒപ്പം ഒരു ചിരിയുമുണ്ട്. ഇന്ന് അവൻ ലോക്ക് മാറ്റുന്ന കാണിച്ചുകൊണ്ട് അവളുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. ഇനി ഇത് മറന്നു പോകരുത്. ഇടയ്ക്കൊക്കെ എടുത്ത് നോക്കിക്കൂ. മറ്റേ ഫോണിൻ്റെ കൂടി ഒരു കുസൃത ചിരിയോട് പറയുന്നവനെ നോക്കി അവൾ പറഞ്ഞതും അവൻ അവളെ കൂർപ്പിച്ചു നോക്കിയതും ഭദ്ര വളിച്ചൊരു ചിരി ചിരിച്ചു. ലോക്ക് മാറ്റി കൊടുത്തതും അവൻ തന്നെയാണ് അവളുടെ അക്കൗണ്ടിൽ വന്ന കാശ് കാണിച്ചത്. ഇത്രയുമോ? നിനക്ക് മാത്രമല്ല, എൻ്റെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും അക്കൗണ്ടിൽ ഇതൊക്കെ തന്നെയാണ്. മറ്റൊരിടത്തും ഇല്ലാത്ത സാലറി ഉണ്ട്. അല്ല, അപ്പോൾ ഇതോ? ഒരു 10 ലക്ഷം രൂപയുടെ കണക്ക് കണ്ടതും അവൾ അവനോട് എടുത്തു ചോദിച്ചു. അതെന്താണെന്ന് മറന്നോ നീ? നീ എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ കാരണമായത് ഒരു 10 ലക്ഷം രൂപയല്ലേ? ആ കാശ് തന്നെയാണിത്. ഞാനത് അന്നേ ശിവേട്ടന് തിരികെ തന്നല്ലേ. പിന്നെ അതേപ്പറ്റി ഒരു സംസാരം ഉണ്ടായിട്ടുമില്ല. അവനൊന്നും മിണ്ടിയില്ല. അതിന് വേണ്ടായിരുന്നു. എനിക്കെന്തിനാ കാശ്? ഇനി അതിൻ്റെ ആവശ്യക്കാരി കാശും കൊണ്ട് വന്നപ്പോഴേക്കും പോയി. ഇനി എന്തിനാ ഈ കാശ്? ഇത്രയും പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ വിതുമ്പി. ശിവൻ പെട്ടെന്ന് കാർ ഒരിടത്തേക്ക് ഒതുക്കി നിർത്തി. ഭദ്ര, കരയല്ലേ. ഞാനില്ലേ നിനക്ക്? നിൻ്റെ അമ്മയോളം നിന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ചേർത്ത് പിടിച്ച് കൂടെ നിർത്താൻ ഞാനില്ലേ ഒരു ജന്മം മുഴുവൻ? എൻ്റെ മുന്നിൽ വെച്ച് നീ ഇങ്ങനെ കരയുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. നീ എൻ്റെ ഹൃദയമാണ്. നിൻ്റെ കണ്ണുനീർ തുള്ളികൾ ആ ഹൃദയത്തെയാണ് മുറിവേൽപ്പിക്കുന്നത്. വേണ്ട മോളെ, കരയല്ലേ. ശിവൻ അവളുടെ നെഞ്ചിൽ തട്ടി അവളെ ആശ്വസിപ്പിച്ചു. ആ നിമിഷം അവൾക്കത് ആവശ്യവുമായിരുന്നു. അവനോളം അവളെ മനസ്സിലാക്കാൻ ഈ ഭൂമിയിൽ ഇപ്പോൾ ആരുണ്ട്? ഭദ്ര മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്യുന്നുണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ ശിവൻ്റെ കൂടെ വന്നതിൽ പിന്നെ അവൾ ഇന്നാണ് ഇത്രയും കരയുന്നത്. കുറേ ദിവസമായി കല്യാണത്തിൻ്റെ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ മുതൽ അമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഉള്ളിലിങ്ങനെ ആ സങ്കടം വീർപ്പ് മുട്ടി നിൽക്കുകയായിരുന്നു ഇത്രയും ദിവസം. ഇന്നിപ്പോൾ ഈ കാശിൻ്റെ കാര്യം കൂടി കേട്ടപ്പോൾ മനസ്സാകെ ഇളകി മറിഞ്ഞു. ചിലതൊക്കെ ഓർമ്മ വന്നതും മനസ്സ് തുറന്ന് കരഞ്ഞു പോയതാണ്.
അമ്മ, അതെന്നും എനിക്കൊരു വലിയ നഷ്ടം തന്നെയാണ്. ഇനി ഒരിക്കലും തിരികെ കിട്ടാത്ത നഷ്ടം. എത്രയൊക്കെ ശ്രമിച്ചാലും ഇനി ഒരിക്കലും തൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടെടുക്കാൻ കഴിയാത്ത ഒരേ ഒരു കാര്യം അതെൻ്റെ അമ്മയാണ്.